താല്പര്യമുള്ളവർ വേഗം തന്നെ കാണുക. ബിക്കോസ് ആ ഒരു സസ്പെൻസ് ഇത്തിരി നല്ല സസ്പെൻസാണ്. അപ്പം അത് സ്പ്രെഡ് ആവുന്നതിന് മുമ്പ് കണ്ടാൽ അത്രയും നല്ലത്. കൂടുതൽ പറയുന്നില്ല, കാരണം ഇത് ഫുൾ സസ്പെൻസ് ആയത് കാരണം പറയുന്നില്ല. ജയറാമിൻ്റെ റോൾ വളരെ നല്ലതായിരുന്നു. ഇതുവരെ കണ്ടിട്ടുള്ള ജയറാമേറ്റിനെ അല്ല കണ്ടത്. സെക്കൻഡ് ഹാഫ് അടിപൊളി രക്ഷ. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. കാരണം ജയറാമിനെ അത്രയും നമ്മൾ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല പുള്ളി. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. അടിപൊളി കാണാം. ഇല്ല അതാണ് ഈ സിനിമേൻ്റെ ഏറ്റവും കൂടുതൽ പോസിറ്റീവ്സ് ആയിരുന്നതാണ് ഹൈലൈറ്റ്. പോസ്റ്റർ ആക്ച്വലി മിഥുൻ മാനുവൽ പടം എങ്ങനെയാണോ അത് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. സെക്കൻഡ് ഹാഫ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പുള്ളി എന്താ പറയുക, പുള്ളിയുടെ നമ്മൾ ഇങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് റോളൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇത് എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിട്ട് തോന്നി. നന്നായിട്ട് ഹാഫ് അടിപൊളി രക്ഷ. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. കാരണം ജയറാമിനെ അത്രയും നമ്മൾ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല പുള്ളി. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. അടിപൊളി പടം. നല്ല പടം, നല്ല പുള്ളിയുടെ നല്ല സിനിമയായിരുന്നു. ഇതുവരെ ഒരു മെഡിക്കൽ ത്രില്ലർ അധികം എന്താ പറയുക മലയാളം ഇൻഡസ്ട്രിയിൽ അധികം വന്നിട്ടില്ല. അങ്ങനെ നോക്കിയാൽ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ കൂടുതൽ പറയുന്നില്ല, കാരണം ഇത് ഫുൾ സസ്പെൻസ് ആയത് കാരണം പറയുന്നില്ല. ജയറാമിൻ്റെ റോൾ വളരെ നല്ലതായിരുന്നു. ഇതുവരെ കണ്ടിട്ടുള്ള ജയറാമേറ്റിനെ അല്ല കണ്ടത്. നല്ല മൂവിയായിരുന്നു. പിന്നെ കാണാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ കാണുക. ബിക്കോസ് ആ ഒരു സസ്പെൻസ് ഇത്തിരി നല്ല സസ്പെൻസാണ്. അപ്പം അത് സ്പ്രെഡ് ആവുന്നതിന് മുമ്പ് കണ്ടാൽ അത്രയും നല്ലത്. പുള്ളി അടിപൊളിയായിട്ട് നല്ല ക്യാരക്ടറാണ്. മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. കാണാൻ അത്ര തന്നെ. ഇറ്റ്സ് എ വെരി നൈസ് മൂവി. മസ്റ്റ് വാച്ച് ആണ്. അപ്പോൾ തിയേറ്ററിൽ തന്നെ പോയി കാണാം. കൂടുതൽ പറയാൻ പറ്റിക്കഴിഞ്ഞാൽ കാരണം അങ്ങനത്തെ കൊള്ളായിരുന്നു. നല്ല ട്വിസ്റ്റൊക്കെ ഉണ്ട്. ഒരു എന്തായാലും നല്ല ക്ലിക്കാവുമെന്ന് തോന്നുന്നു. സസ്പെൻസ് എന്തായാലും ഉണ്ട്. നല്ലൊരു സസ്പെൻസ് ഉണ്ട്. എന്തായാലും നല്ല രീതിയിൽ ഓടും. ത്രില്ലറാണ്, നല്ലൊരു ക്രൈം ത്രില്ലറാണ്. എന്തായാലും വലിയൊരു ചേഞ്ച് കൊണ്ടുവന്നു. നൈസ് പടമാണ് ബ്രോ. കണ്ട ഫസ്റ്റ് കൊള്ളാം. നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഡയറക്ഷനും എൻ്റെ ഒക്കെ ഫീൽ വരുന്നുണ്ട്. നല്ല പടം. സസ്പെൻസ് ആണ് ബ്രോ. സസ്പെൻസ് ആണ്. നല്ല ഒരു പഠിക്കാൻ പറ്റിയ സസ്പെൻസ് ആണ് വരുന്നത്. അപ്പോൾ പറ്റാത്ത സാധനം വരുന്നുണ്ട് അതിനകത്ത്. കണ്ടത് വെച്ച് ഏറ്റവും പുതുമയുണ്ട്. ഇല്ല അതാണ് ഈ സിനിമേൻ്റെ ഏറ്റവും കൂടുതൽ പോസിറ്റീവ്സ് ആയിരുന്നതാണ് ഹൈലൈറ്റ്. കാരണം ജയറാം നമ്മൾ കാണുന്ന ഒരു ഇതുണ്ട്. എന്നുവെച്ചാൽ ആ പഴയ സിനിമയിൽ ഇപ്പോൾ ഇറങ്ങിയ സിനിമ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഇത് വരുന്നില്ല. അപ്പം നൈസ്, ഓവറോൾ നൈസ്. അതെ, പ്രത്യേകിച്ച് ഈ ഡയറക്ഷൻ ഇങ്ങനത്തെ സിനിമയൊക്കെ ഇനിയും വരുന്നു. കൊള്ളാം, നല്ല സിനിമയാണ്. സസ്പെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സസ്പെൻസ് ആയിരുന്നു. അത് മാത്രമല്ല ജയറാമിൻ്റെയും ബാക്കി കോ ആക്ടേഴ്സിൻ്റെ ഒക്കെ നല്ലൊരു ലെവല് ആക്ടിങ് അതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ ഡയറക്ഷനും സൂപ്പറാണ്. നല്ല സസ്പെൻസ് ആയിരുന്നു. പിന്നെ സിനിമയുടെ പോയ പാട്ടൊക്കെ നല്ല പാട്ടാണ്. എല്ലാം കൂടെ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. ജയറാമിൻ്റെ മുന്നത്തെ സിനിമയെക്കാളും കുറച്ചും കൂടെ നല്ല ക്യാച്ച് ചെയ്യാറുള്ളത്.